ഈ ആഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളുടെയും നിയന്ത്രണം യേശു ഏറ്റെടുക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും നിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ദൈവികമായ മാറ്റങ്ങൾക്ക് കാരണമായി എന്നറിയുന്നതിൽ സന്തോഷിക്കുകയും അവിധത്തിലുള്ള അവസരം നൽകിത്തരികയും ചെയ്ത നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്നും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം ശേഷം പേർക്കും വിടുതലിൻ്റെ സാക്ഷ്യങ്ങളെ പങ്കുവയ്ക്കുവാൻ, അഥവാ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച വലിയ കാര്യങ്ങളെ പങ്കുവയ്ക്കുവാൻ, നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും അവസരം ഒരുങ്ങപ്പെടേണ്ടതിനായി കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വരുത്തുവാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിനാൽ എന്നോട് സംസാരിച്ചത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് തുടക്കത്തിലെ അറിയിച്ചു. അതുതന്നെ, നിയന്ത്രണം ഇനി യേശുവിൻ്റേതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളുടെയും അർത്ഥം, ഇനി നിങ്ങൾ കിടന്ന് മല്ല് പിടിക്കേണ്ട, ഇനി കിടന്ന് വെപ്രാളപ്പെടേണ്ട, ഇനി ഓടണ്ട. അയ്യോ, എവിടെ പോയാൽ, ആരുടെ മുമ്പിൽ കൈനീട്ടിയാൽ, ആര് സഹായിച്ചാൽ, ആര് മനസ്സലിഞ്ഞാൽ, നോ, നിനക്കതറിയാമല്ലോ, ഇന്നലകളിൽ ആരുടെയും മനസ്സലിഞ്ഞില്ല, ആരും കൈനീട്ടിയില്ല, ആരും സഹായിച്ചില്ല. അല്ല പാസ്റ്റർ, സഹായിച്ചവരൊക്കെ ഉണ്ട്, ശരിയായിരിക്കാം, ചിലർ അവിധത്തിൽ ഭാഗ്യവാന്മാരാണ്, പലരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യ സമയത്ത് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആവശ്യത്തിന് മതിയാകും വിധത്തിലുള്ളതായിരുന്നു എങ്കിൽ നിങ്ങൾ ഇന്ന് എനിക്കൊപ്പം ആയിരിക്കത്തില്ല. ലോകം മനുഷ്യർ നൽകുന്ന സഹായ സഹകരണങ്ങൾ പലപ്പോഴും പരിമിതമാണ്. ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്, മനുഷ്യൻ അളന്നു തരും. വചനം പറയുന്നതല്ല എങ്കിലും ലോകം അങ്ങനെ തന്നെയാണ്. അളന്ന് മാത്രമേ ലോകത്തിന് തരുവാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. പണം മാത്രമല്ല, സഹായ സഹകരണങ്ങൾ മാത്രമല്ല, എന്തിന് സ്നേഹം പോലും. എന്നാൽ ദൈവം തരുന്നതൊന്നും അളക്കാതെ അളവില്ലാതെ തരുന്നതാണ്. അബ്രഹാമിന് ഹാഗർ ഒരു തുരുത്തിയിൽ, ആ തുരുത്തിയിൽ എത്രമാത്രം വെള്ളം കൊള്ളുമോ അത്രയും വെള്ളം നൽകി, കൃത്യമായ കണക്കോടെ നൽകി. എന്നാൽ ദൈവം മരുഭൂമിയിൽ, ബേർഷേവ മരുഭൂമിയിൽ അവൾക്ക് ഒരു ഉറവയെ തുറന്നു നൽകി. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൽ അളവില്ല. ഇന്നും ദശലക്ഷക്കണക്കിന് വ്യക്തികൾ അതിൽ നിന്ന് കോരി കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു വലിയ പട്ടണം ആ ഉറവയുടെ സമൃദ്ധിയാൽ വർണ്ണാഭമായി ശീതളമയുള്ളതായി തീരുന്നു. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ, അളവില്ലാതെ തരുവാൻ കഴിയുന്ന കർത്താവ് കണക്ക് നോക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടത് ഇന്ന് ചെയ്യുവാൻ പോകുന്നു. ആമേൻ. അപ്പോൾ പ്രാർത്ഥനയോടെ അപ്രവചന ദൂതിനടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് ഒപ്പം വന്നാട്ടെ. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. യേശു ഒരു വീട്ടിലെ നിയന്ത്രണത്തെ ഏറ്റെടുക്കുകയാണ്. ആ വീട് കാനാവിലാണ്. അതൊരു കല്യാണ വീടാണ്. അർത്ഥം, ആ വീട് സന്തോഷത്തെ പ്രതീക്ഷിച്ച് ദീർഘനാളുകളായി ഒരുങ്ങി ആയിരിക്കുന്നു. ഒത്തിരി നാളത്തെ ഒരുക്കം എന്തിനു വേണ്ടിയാണ്? സന്തോഷത്തിനായി. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഭവനം ഒരുങ്ങുന്നത് അതിന് തന്നെയാണ്. ഒരു സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ, നിറവിൻ്റെ, വർധനവിൻ്റെ അനുഭവം ഉണ്ടാകണം. കഷ്ടപ്പാടും ഓട്ടവും എല്ലാം അതിനു വേണ്ടി തന്നെയാണ്, അല്ലേ? പ്രതീക്ഷിക്കുന്നത് സന്തോഷത്തിൻ്റെ കടന്നുവരവാണ്, കാത്തിരിക്കുന്നത് അനുഗ്രഹങ്ങളുടെ, നന്മകളുടെ കടന്നുവരവിന് വേണ്ടിയാണ്. എന്നാൽ സംഭവിക്കുന്നതോ നേരെ വിപരീതമായതും. സന്തോഷം കടന്നു വരേണ്ട സ്ഥാനത്ത് ദുഃഖം കടന്നു വന്ന് പാർക്കുന്നു. രാത്രികളിൽ ദുഃഖം, പരാതി പറച്ചിൽ, പിറുപിറുപ്പ്, നിരാശ പങ്കുവയ്ക്കൽ, പകൽ എല്ലാവരും കാണെ വെളുക്കെ ചിരിച്ച് അങ്ങനെ. അയ്യോ, എന്തൊരു നശിച്ച ജീവിതം അല്ലേ സഹോദരി? നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ തന്നെ സ്വയം പറഞ്ഞ് വിലപിക്കുന്ന ആ അനുഭവം നിൻ്റെ ഭവനത്തിനകത്ത് പകലങ്ങനെ പോകും, രാത്രി വീണ്ടും വരും. അയ്യോ, പ്രതീക്ഷിക്കുന്ന നല്ലതൊന്നും കേൾക്കുവാൻ കഴിയത്തില്ല, കാത്തിരിക്കുന്ന നല്ലതൊന്നും ജീവിതത്തിലേക്ക് വരത്തില്ല. വല്ലാത്തൊരവസ്ഥ. ഇവിടെ നോക്കൂ, കാനാവിൽ ആ
കല്യാണ വീട്, അതെ, കല്യാണത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടി ഒരുങ്ങിയ ആ വീട് പെട്ടെന്ന് മ്ലാനമുഖമായി. സന്തോഷം വരേണ്ട ഭവനത്തിൽ ഇതാ ഒരു ദുഃഖം കടന്നു വരുവാൻ പോകുന്നു. ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുവാനായിട്ട് പോകുന്നു. അവിടെ വന്നുകൂടിയ വിരുന്നുകാർക്ക് വിളമ്പിക്കൊടുത്തുകൊണ്ടിരുന്ന യഹൂദന്മാരുടെ കല്യാണ സദ്യയിലെ പ്രധാന പാനീയമായ, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഏതൊരു ഒക്കേഷനിലും ഏതൊരു സന്ദർഭത്തിലും, അവർ ഒരുമിച്ച് കൂടുന്ന ഏതൊരു സന്ദർഭത്തിലും വളരെ പ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന പാനീയമാണ് വീഞ്ഞ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ വീഞ്ഞ് തീർന്നു പോയി. അയ്യോ, വല്ലാത്തൊരവസ്ഥ അല്ലേ, തീർന്നു പോയി. ആമേൻ. കാത്തിരുന്നത് സന്തോഷം, പക്ഷേ വീഞ്ഞ് തീർന്നു പോയതുകൊണ്ട് ദുഃഖം കടന്നു വരാം. ലോൺ അടയ്ക്കുവാൻ പറ്റാത്തത് കൊണ്ട് അല്ലേ, മക്കളുടെ ഫീസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിനകത്താണ് ദുഃഖം. സങ്കടപ്പെടേണ്ടി വരുന്നതും പരാതി പറയേണ്ടി വരുന്നതും ഇല്ലേ, ആ ജോലി നഷ്ടപ്പെട്ടത് കൊണ്ട്, ശമ്പളം കിട്ടാത്തത് കൊണ്ട് വീട്ടിനകത്താണ്. കടക്കാർ വന്ന് വാതിൽക്കൽ മുട്ടും. അവരുടെ കഠിനമായ വാക്കുകൾ കേട്ട് ഹൃദയം തകർന്ന് മുറിക്കകത്ത് കയറി കരയുന്ന, അയ്യോ നശിച്ച നരകിച്ച ഈ ജീവിതം. അതെ, നോക്കൂ, പെട്ടെന്ന് ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാത്തൊരു, പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചിലരെങ്കിലും ചിന്തിക്കും, വീഞ്ഞല്ലേ പാസ്റ്റർ, ഓടിപ്പോയി വാങ്ങി വരാമല്ലോ. എന്നാൽ അന്ന് ഇന്നത്തെ പോലത്തെ സാഹചര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട് പോലെ മുക്കിന് ബിവറേജ് ഒന്നുമുള്ള സ്ഥലമല്ല അവിടെ. ആമേൻ. അവർക്ക് വേണ്ട സന്തോഷം അവർ തന്നെ ഉണ്ടാക്കിയെടുക്കണം. വീഞ്ഞ് അവരവരുടെ ആവശ്യത്തിന് വേണ്ടി അവരവരുണ്ടാക്കിയെടുക്കണം. വാങ്ങി കൊണ്ടുവരുവാൻ കഴിയത്തില്ല എന്നർത്ഥം. അതുപോലെ പെട്ടെന്ന് എന്നാൽ പോയി കുറച്ച് മുന്തിരി പറിച്ച് വീഞ്ഞുണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ വീഞ്ഞുണ്ടാക്കാനായി പറ്റത്തില്ല. അതിന് ദീർഘനാളുകളിലെ പ്രോസസ്സിങ് ആവശ്യം. എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ദീർഘനാളുകൾ കാത്തിരുന്ന് മാത്രം ലഭിക്കുന്ന ചില കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം, ഒത്തിരി നാളത്തെ കാത്തിരിപ്പുണ്ട്, ഒത്തിരി നാളത്തെ അധ്വാനമുണ്ട്. കർത്താവ് അത് വേഗത്തിൽ, അതെ, ഇന്ന് തന്നെ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ അതിന് റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. ഒരുപക്ഷെ അടുത്ത വർഷമായിരിക്കും നിങ്ങൾ ആ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില മാസങ്ങൾക്കപ്പുറമായിരിക്കും. അതെ, ഇന്ന് ഈ ആഴ്ചയിൽ എൻ്റെ കർത്താവ് അതിന് റിസൾട്ട് തരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കുറേ സമയമെടുക്കും, അവർ പറഞ്ഞതാ ആ വിസ വരാൻ വേണ്ടി. ഈ ആഴ്ച റെഡി ആയിക്കോ. ആ രാജ്യത്തിൻ്റെ വാതിൽ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട്. താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. ദീർഘനാളുകളുടെ പ്രോസസ്സിങ് ആവശ്യമാണ്. ദീർഘനാളുകൾ ചില മേശപ്പുറത്തിരിക്കണം, ചിലർ വെരിഫൈ ചെയ്യണം, എങ്കിൽ മാത്രമേ ആ പേപ്പറിൽ ഒരു സൈൻ വീഴത്തുള്ളൂ. ഇന്ന് ഈ ആഴ്ചയിൽ ആ സൈൻ വീഴുവാൻ പോകുക. ദീർഘനാളുകളുടെ പ്രോസസ്സിങ്ങിനെ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ലഘൂകരിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ദീർഘനാളുകളിലേക്ക്. ചിലതൊക്കെ പറഞ്ഞു 1.5 വർഷം എടുക്കും. ഈ ആഴ്ചയിൽ ആ വിവാഹം, ഈ ദിവസങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഭാവി നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുക. നിങ്ങൾ തന്നെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ചിലതൊക്കെ ഒന്നാകട്ടെ എന്നിട്ട് നോക്കാം. അതൊക്കെ അതിൻ്റെ വഴിയാകും. ഇപ്പോൾ ആ വിവാഹം വരുവാൻ പോവുക. താങ്ക് യു ലോർഡ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. അപ്പോൾ ദീർഘനാളുകളിലെ പ്രോസസ്സിങ് വേണ്ട കാര്യമാണ്. എന്നാൽ യേശു ആ ഒക്കേഷൻ്റെ അല്ലെങ്കിൽ ആ ഭവനത്തിൻ്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുത്തു. നോക്കൂ, ആ വാക്യത്തിൽ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശു ഉടനെ പറയുകയാണ് 7ാമത്തെ വാക്യത്തിൽ, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. അതെന്ത് പരിപാടിയാ? ആമേൻ. യേശു ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയല്ലല്ലോ, ആതിഥേയനല്ലേ പറയുവാനുള്ളത് പാചകക്കാരോട് അല്ലെങ്കിൽ വിരുന്ന് വിളമ്പി കൊടുക്കുന്നവരോട് നിങ്ങൾ വെള്ളം നിറപ്പീനെന്ന്. ഒരു അതിഥി പോയി പറയുന്നത് അതൊരു മര്യാദയാണോ? പക്ഷേ യേശു അങ്ങനത്തെ മര്യാദകളൊക്കെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ലംഘിക്കുവാൻ വേണ്ടി പോകുക. നിൻ്റെ ഭവനത്തിലെ നിയന്ത്രണം യേശു ഏറ്റെടുക്കുവാൻ പോകുക. സഹോദര സഹോദരി, നിയന്ത്രണം തെറ്റി കുത്തഴിഞ്ഞ നിൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥ തന്നെ കുത്തഴിഞ്ഞ ചുട്ടുപോലെ
വീണ് കിടക്കുന്ന നിൻ്റെ ഭവനത്തിൻ്റെ നിയന്ത്രണത്തെ യേശു ഏറ്റെടുക്കുവാൻ പോകുക. നിൻ്റെ ഭവനത്തിനകത്തുള്ള വ്യക്തികളുടെ നിയന്ത്രണത്തെ യേശു ഏറ്റെടുക്കുവാൻ പോകുക. തോന്നിയ പാടെ അവന് തോന്നുന്നത് പോലെ അവൻ, അത് തന്നെ നിൻ്റെ ഭർത്താവിൻ്റെ തോന്നിയ പാടെ അവൻ, മക്കളുടെ തോന്നിയ പാടെ അവർ, നീ എങ്ങോട്ട് പോകണമെന്നറിയാതെ അത് ആ കുത്തഴിഞ്ഞ അവസ്ഥയ്ക്ക് എൻ്റെ യേശു ഇന്ന് അറുതി വരുത്തുവാൻ പോകുക. നിൻ്റെ ഭവനത്തിൻ്റെ നിയന്ത്രണം, അതേ മാതാവേ പിതാവേ, നിൻ്റെ മക്കളുടെ നിയന്ത്രണത്തെ എൻ്റെ യേശു ഏറ്റെടുക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് താങ്ക് യു ലോർഡ്. ആമേൻ. പാസ്റ്റർ, ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. നോ, ഞാൻ പറയുന്നത് കൊണ്ടല്ല, അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവർ ഗദരദേശത്ത് എത്തി. അങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആരാണ് അവർ? യേശുവും ശിഷ്യന്മാരും. എന്തിനാണ് ഗദരദേശത്ത് എത്തിയത്? ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാതെ ഒരു ചെക്കൻ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട്. എവിടെയാണ്? കല്ലറകളിലാണ് ആ ചെക്കൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അവൻ്റെ പാർപ്പ് തന്നെ കല്ലറയിലായി. അർത്ഥം, അവനൊരു പ്രേതമെന്ന് നാട്ടുകാർ പറയുവാനായിട്ട് തുടങ്ങി. അവൻ വിലങ്ങുകളെ ഉരുമി പൊട്ടിക്കുന്നവനാണ്, അവൻ സ്വയം ചതയ്ക്കുന്നവനാണ്, വിവസ്ത്രനാകുന്നവനാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനാണ്. അത് തന്നെ സ്വയം നശിപ്പിച്ച് മറ്റുള്ളവർക്കും പേരുദോഷവും ചീത്തപ്പേരും ഉണ്ടാക്കി നിന്റെ തലയും കുനിപ്പിച്ച് നടക്കുന്ന ആ തലമുറയെക്കുറിച്ച് തന്നെ യേശു ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാത്ത അവൻ്റെ ജീവിതത്തിലെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. റിസൾട്ട് എന്താണ്? 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ അവൻ്റെ ഭവനത്തിൽ കയറി. ദീർഘനാളുകളായ ആ ഭവനം എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ്. അവൻ അമ്മയപ്പന്മാരുണ്ടെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എൻ്റെ മകൻ ആഹാരമുണ്ടാക്കി വെക്കുമ്പോൾ കഴിക്കുന്ന സമയത്ത് വരും. അവരുടെ എക്സ്പെക്റ്റേഷൻ, നിൻ്റെ എക്സ്പെക്റ്റേഷൻ അതാണ്. പക്ഷേ പിറ്റേന്ന് രാവിലെ വിളമ്പി വെച്ച് ആഹാരം എടുത്തു കളഞ്ഞ് പാത്രം കഴുകി വയ്ക്കുമ്പോൾ പുറമേയല്ല അകമേ നിൻ്റെ ഉള്ളം കരയുകയാ, കത്തുകയാ. കേൾക്ക്, ആ കത്തലിന്, ആ കരച്ചിലിന് എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുക. നീ കോരി വയ്ക്കുന്ന ആഹാരം നിനക്കൊപ്പം വിളമ്പി വയ്ക്കപ്പെട്ട മേശയ്ക്ക് അരികിലിരുന്ന് ഭക്ഷിക്കുവാൻ, സന്തോഷത്തോടെ വർത്തമാനങ്ങൾ പറയുവാൻ തക്കവണ്ണം നിൻ്റെ തലമുറകളെ എൻ്റെ ദൈവം മടക്കി വരുത്തുക. പുറത്തു നിന്ന് മദ്യപാന കൂട്ടുകെട്ടുകളിൽ, ലഹരികളുടെ പിടിയിൽ പിടിപ്പെട്ട ദുഷ്ടമനുഷ്യരുടെ ഇടയിൽ നിന്ന് നിൻ്റെ തലമുറയെ എൻ്റെ ദൈവം മടക്കി വരുത്തുക. പുറത്തു നിന്ന് മാത്രമല്ല, അതേ മാതാവി പിതാവി, നിൻ്റെ സങ്കടം ഇതാണ് പാസ്റ്റർ, പുറത്തല്ല, മുറിക്കകത്താണ്. അകത്ത് നിന്ന് ഇറങ്ങത്തില്ല, അവനൊന്നും അകത്ത് നിന്ന് ഇറങ്ങത്തില്ല, ഒരേ ഇരിപ്പാണ്. അയ്യോ, ഇതെന്തിരിപ്പാണോ എന്തോ. പുറത്തിറങ്ങേണ്ട പിള്ളാർ, 2 വാക്ക് നല്ലത് പറയാനുള്ള പിള്ളാർ, അവൾ അടുക്കളയിലിറങ്ങി കൂടെ കാര്യങ്ങൾ ചെയ്തു തരേണ്ട പെൺകൊച്ച ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, കെട്ടിച്ചു വിടാറായി. മറ്റൊരു വീട്ടിൽ പോയി കയറിയാൽ ഇനി എന്തായിത്തീരുമെന്ന് നിൻ്റെ ചങ്ക് പിടയ്ക്കുക. കേൾക്ക്, ആ ചങ്കിൻ്റെ പിടയിൽ കാണേണ്ടവൻ കണ്ടിട്ടുണ്ട്. അവൻ നിൻ്റെ തലമുറയുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. മുറിക്ക് പുറത്തേക്ക് അവൾ വരിക. യേശുവിൻ നാമത്തിൽ. അതേ, കേൾക്ക്, നിന്നെ തീറ്റിപ്പിക്കുന്നത് നിൻ്റെ മകൻ്റെ ജീവിതം മാത്രമല്ല, അവൻ മുഖാന്തരം ഉരുകിത്തീരുന്ന ഒരു പെൺകൊച്ചിൻ്റെ ജീവിതവും കൂടെയാണ്. മദ്യത്തിലും ലോകപ്രകാരമുള്ള കൂട്ടുകെട്ടുകളിലും ചില പാപവഴികളിലും പെട്ട് പുറത്തുപോയ നിൻ്റെ തലമുറയെ, അതേ സഹോദരി, നിൻ്റെ ഭർത്താവിനെ, നിൻ്റെ പങ്കാളിയെ എൻ്റെ കർത്താവ് മടക്കി വരുത്തുവാൻ പോകുക. അവൻ പെട്ടുപോയി ബന്ധിക്കപ്പെട്ടയിടത്ത് പട്ടുപോകാതെ എൻ്റെ യേശു അവനെ മടക്കി വരുത്തി നിനക്ക് മകനായി, നിനക്ക് ഭർത്താവായി, നിനക്ക് ഭാര്യയായി. യെസ്, യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. അപ്പോൾ നോക്കൂ, ഈ ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ എന്നാണ് ആ വ്യക്തി അറിയപ്പെടുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായമാണ് കേട്ടോ. ആ മകനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേദപുസ്തകം വായിക്കുക. അതും പോരാ എന്നുണ്ടെങ്കിൽ പ്രഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ, ഇതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ സംഭവങ്ങളെക്കുറിച്ചും വളരെ അനുഗ്രഹീതമായ മെസ്സേജുകൾ, ദൈവിക ആലോചനകൾക്കൊപ്പം നിങ്ങൾക്ക് കേൾക്കുവാനും ദൈവിക വിടുതലുകൾ പ്രാപിക്കുവാനും അവസരമുണ്ട്. അപ്പോൾ മറക്കണ്ട, സന്ദർശിച്ചാൽ മതി. പ്രഭാതമൻ എന്ന പേരിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ ലഭ്യമാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും ലൈവായിട്ടുള്ള മീറ്റിങ്ങുകളുമുണ്ട്. നിങ്ങൾക്ക് ചേർന്ന് പ്രാർത്ഥിച്ച് ശക്തിപ്പെടുവാനും പ്രാപിക്കുവാനും ഒക്കെ അവസരമുണ്ട്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. നോക്കൂ, ദീർഘനാളുകളായി ഇവൻ്റെ നിയന്ത്രണം പിശാചിനാണ്, ഭൂതത്തിനാണ്. ഭൂതം ഇവനെ നിയന്ത്രിച്ചു. മദ്യം നിയന്ത്രിക്കുന്നു, മയക്കുമരുന്നുകൾ, ലഹരികൾ നിയന്ത്രിക്കുന്നു, ചില വ്യക്തികൾ നിയന്ത്രിക്കുന്നു. ചില വ്യക്തികളുടെ നിയന്ത്രണം അപകടകരമാം വിധം ദോഷമാണ്. അവളുമായിട്ട് എന്ന് കൂട്ടായോ അന്ന് മുതൽ അവൻ്റെ കാര്യം പോക്കായി. ചില ഫ്രണ്ട്സൊക്കെ വരുന്നതാണ്, അല്ലേ സഹോദര? ചില ബന്ധുക്കളുമായിട്ടൊക്കെ കൂട്ട് തുടങ്ങിയപ്പോഴാണ് നിൻ്റെ കുടുംബജീവിതത്തിലെ താളം തെറ്റിയത്.
അല്ലേ? ഈ ചില ബന്ധങ്ങൾ അങ്ങനെ, ചില ബന്ധങ്ങൾ ഭൂതം പോലെ. ആമേൻ. പിശാചിനായിരുന്നു അവൻ്റെ മേൽ നിയന്ത്രണം. പക്ഷേ യേശു ഗദ്രദേശത്തിൽ കാൽകുത്തി നിയന്ത്രണം യേശുവിലേക്ക് വന്നു. നിന്റെ തലമുറയുടെ, നിന്റെ ഭർത്താവിൻ്റെ, നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് യേശു വരിക. ആമേൻ. നിയന്ത്രണം യേശുവിലേക്കാകും. നോക്കൂ, അപ്പോൾ യേശു ആ ഭവനത്തിൽ നിയന്ത്രണം ഏറ്റെടുത്തു. കാനാവിലെ കല്യാണ വീട്ടിലേക്ക് പിന്നെയും നമുക്ക് മടങ്ങിപ്പോകാം. യേശു ആ ഭവനത്തിൽ നിയന്ത്രണം ഏറ്റെടുത്തു. ഭവനത്തിലെ നിയന്ത്രണം ഏറ്റെടുത്തു. അപ്പോൾ യേശുവിന് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭവനം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ നിയന്ത്രിച്ചിട്ട് ഒരിടത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ യേശുവിന് നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുക്കുക. യേശു എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കും. തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ, അടിച്ച വഴിക്ക് തെളിക്കാൻ പറയുന്ന ലോകത്തെ പോലെയല്ല. തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോകാത്തതിനെ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ മതി. എത്തേണ്ട സ്ഥാനത്ത് യേശു എത്തിക്കും. അവനറിയാം എങ്ങനെ തെളിക്കണമെന്ന്. അവൻ നല്ല ഇടയൻ. ത്യാഗിലോട് മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നേ. സ്തോത്രം യേശുവിൻ നാമത്തിൽ. അപ്പോൾ നോക്കിയേ, യേശു ആ ഭവനത്തിൽ നിയന്ത്രണം ഏറ്റെടുത്തു. പിന്നെ അവിടെ നടക്കുന്നതെല്ലാം അസാധാരണമായ കാര്യങ്ങളാണ്. ആമേൻ. പലപ്പോഴും നമ്മുടെ ചിന്ത, ആര് വിചാരിച്ചാലും ഇതിനൊന്നും ഒരു മാറ്റം വരത്തില്ല. സഹോദര, ആ ജോലി സ്ഥലത്ത് നീ വിചാരിക്കുന്നേ, ഇനി ആര് വിചാരിച്ചാലും എന്ത് സംഭവിച്ചാലും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരത്തില്ല. ഞാൻ എത്ര കാലം കഷ്ടപ്പെട്ടാലും കടവും തീരത്തില്ല, നല്ലൊരു വീട് വയ്ക്കാൻ പറ്റത്തില്ല, അല്പം വസ്തു വാങ്ങാനും പറ്റത്തില്ല, മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ. അയ്യോ, നോക്കൂ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഒരുത്തൻ്റെ തൊഴിൽ മേഖലയുടെ നിയന്ത്രണം യേശു അങ്ങ് ഏറ്റെടുക്കുകയാണ്. ആ പടക് നീക്ക്, എനിക്കതിൽ കുറച്ച് നേരം നിൽക്കേണ്ടത് ആവശ്യമുണ്ട്. പടക് എന്തിനുള്ളതാ? അവൻ മീൻ പിടിക്കാനുള്ളതാണ്. പക്ഷേ യേശു അവനോട് ചോദിക്കുകയാണ്, ആ പടക് എനിക്ക് ആവശ്യമുണ്ട്. നിൻ്റെ തൊഴിൽ മേഖല എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ, ഒപ്പമായിരിക്കുന്ന ഒത്തിരി പേരെ പ്രയോജനപ്പെടുത്തുവാൻ നിൻ്റെ തൊഴിൽ മേഖല, സഹോദര സഹോദരി, നിൻ്റെ തൊഴിൽ മേഖല, നിൻ്റെ വരുമാന മേഖല, നാട്ടിലാകട്ടെ വിദേശത്താകട്ടെ, നിൻ്റെ ബിസിനസ് മേഖല എൻ്റെ കർത്താവിന് ആവശ്യമുണ്ട്. നിങ്ങൾ ഏൺ ചെയ്യുന്ന, നിങ്ങൾക്ക് വരുമാനമുണ്ടാകുന്ന മേഖലകൾ എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. നിൻ്റെ കൃഷി എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. നിൻ്റെ കന്നുകാലികൾ എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. അതേ, യേശു ആവശ്യപ്പെടുകയാണ്. എന്തിനാ? ആ പടകിൻ്റെ നിയന്ത്രണം യേശുവിന് ആവശ്യം. അതിൻ്റെ റിസൾട്ട് എന്താ? നോക്കൂ, 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പടകിലൊരു പെരുത്ത മീൻകൂട്ടം കയറി. യേശു നിയന്ത്രണം ഏറ്റെടുത്തു. അതിൻ്റെ ഒഴിഞ്ഞ അവസ്ഥ മാറി. സഹോദര, നിൻ്റെ തൊഴിലിടത്തിലെ നിയന്ത്രണം യേശുവിനെ വിട്ടുകൊടുക്കുക. ആ ഒഴിഞ്ഞ അവസ്ഥ മാറും. ഈ ആഴ്ച ആ ശൂന്യത മാറും. വരുമാന മേഖലയിലെ ശൂന്യത മാറും. വരുമാന മേഖലയിലെ ഇല്ലായ്മ മാറും. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ചില ശൂന്യതകൾക്ക് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. ഇല്ലായ്മകൾക്ക് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. മൂടി വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ, നിൻ്റെ തൊഴിലിടത്തിൽ നിന്ന് പുറത്തു വന്ന് കടക്കാരുടെ മുമ്പിൽ മറുപടി പറയുവാൻ കഴിയാത്ത വിധത്തിൽ തലകുനിപ്പിക്കുന്ന ആ ഇല്ലായ്മയ്ക്ക് എൻ്റെ ദൈവം ഇന്ന് അറുതി വരുത്തുക. അർത്ഥം, നീ ഇനിയും കടക്കാരനായി തുടരുവാൻ, ഇനിയും മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഷബ റിധലമ ഷെഖരെ. യേശു ആ പടകിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അതുവരെ അവരൊത്തിരി അധ്വാനിച്ചതാണ് ആ പടകൊന്ന് നിറയുവാൻ വേണ്ടി. ആ പടക് മാത്രമല്ല, കടൽ വറ്റിക്കിടക്കുക. കടലിൽ ആരുടെ വലയിലും മീനില്ല, ആരുടെ പടകിലും ഒന്നും കിട്ടിയിട്ടില്ല. വല്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കുക കേട്ടോ. പക്ഷേ യേശു പടകിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തത് എവിടെ നിന്നറിയത്തില്ല. മീനെല്ലാം കൂടെ വന്ന് ഒരുമിച്ചങ്ങ് വലയ്ക്കകത്ത് കയറി. അതങ്ങനെയാണ്. യേശു നിയന്ത്രണം ഏറ്റെടുത്താൽ പിന്നെ സംഭവിക്കുന്നതൊക്കെ അസാധാരണമായ കാര്യങ്ങൾ. ആമേൻ. ലൈഫ് മാറും, എക്സ്പീരിയൻസ് മാറും. ഞങ്ങളുടെയൊക്കെ ജീവിതം യേശു മാറ്റിയത് അങ്ങനെ. എങ്ങനെയെന്നറിയത്തില്ല. പലർക്കും ആശ്ചര്യമാണ്, പലർക്കും അത്ഭുതമാണ്. ഇതെന്താ ഇവൻ്റെയൊക്കെ ജീവിതത്തിൽ? അമ്മേനെ, എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞത്, നീ അമ്മേനെ ഇറക്കി വിട്ടിട്ട് പറഞ്ഞ് നീ വന്ന് കരഞ്ഞ് കാല് പിടിക്കും, ഞങ്ങളുടെ കാൽ ചുവട്ടിൽ കിടന്ന്, എന്നിട്ട് ഞങ്ങൾ ചവിട്ടി അറിയും. അപ്പോൾ തിരിച്ചു പോയി കാല് പിടിക്കുമ്പം തട്ടിപ്പറിച്ചെടുത്തൊക്കെ തിരിച്ചു തരുമെന്നല്ല, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ വീണ്ടും വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചവിട്ടി അരയ്ക്കാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോന്നപ്പോൾ ഇറക്കി വിടുന്നപ്പോൾ ജീവനും കൊണ്ട് ഓടിയതാണ്. ആമേൻ. അപ്പം പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ നോക്കിയിരിക്കും ഇതെന്താ സംഭവിക്കുന്നതെന്ന്. ആമേൻ. യേശുവിന് നിങ്ങളുടെ ജീവിതം അങ്ങ് വിട്ടുകൊടുത്താൽ, യേശു നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതിൽ അസാധാരണമായ കാര്യങ്ങൾ. ആമേൻ. നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. ഇവിടെ നിന്നാണെന്ന് അറിയത്തില്ലെന്ന് ഗലീലക്കടലിൽ അതുവരെ കാണാത്ത പെരുത്ത മീൻകൂട്ടം ഉരുവായി വന്നു. സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസത്തോടെ ആമേൻ പറയുവാൻ കഴിയുന്നുണ്ട്? ആമേൻ. ചില ഇല്ലായ്മകൾക്ക് അറുതി വരുവാൻ, ചില ശൂന്യതകൾക്ക് മാറ്റം വരുവാൻ, അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ തക്കവണ്ണം എവിടെ നിന്നെന്നറിയാതെ ഒരു നിറവ്,
ഒരു സമൃദ്ധി, ഒരു വർധനവ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് എൻ്റെ ലൈഫ് മാറ്റുന്ന. ആമേൻ. നോക്കൂ അവിടെ അപ്പോൾ എന്താ സംഭവിച്ചേ? 8ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വെള്ളം, സർവ്വസാധാരണമായ വെള്ളം, വെള്ളത്തിന് അവിടെ കുറവൊന്നുമില്ല ആ സമയത്ത്. ആമേൻ. ആ സാധാരണമായ വെള്ളം വിലയേറിയ വീഞ്ഞായി മാറി. സ്തോത്രം. ആമേൻ. സാധാരണമായ ചിലതൊക്കെ എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, സാധാരണപ്പെട്ട നിൻ്റെ ജീവിതം വിലയേറിയതായി മാറും, വാല്യുബിളായി മാറുവാൻ പോകുക. ആർക്കും വേണ്ടാത്ത നിൻ്റെ ജീവിതം അത് ഇലക്ഷൻ്റെ സമയത്ത് മാത്രം വന്ന് ചിരിച്ച് കാണിച്ചിട്ട് അത് മാറുവാൻ പോവുക. ഓ സ്തോത്രം. യെസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. ആമേൻ. ആമേൻ. നോക്കൂ, ഈ ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷമുള്ളൊരു എക്സ്പീരിയൻസ് പറയട്ടെ. അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നിങ്ങൾ ചർച്ച ചെയ്ത് അധികം പോകണ്ട. ഞാൻ പറയുന്ന കാര്യം മാത്രം ഈ മെസ്സേജുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ചിന്തിച്ച് സ്തോത്രം പറഞ്ഞാൽ മാത്രം മതി. മുമ്പൊക്കെ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വോട്ടുണ്ട്. ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ മാത്രം പലരും കാണും, ചിരിക്കും, വോട്ട് ചെയ്യണം, ഞങ്ങൾ കാണും, മറക്കല്ല, ഇത് എത്രയും പറയും പോകും. ആമേൻ. അപ്പോൾ ഈ വോട്ട് ചെയ്യുന്നത് നല്ലതോ മോശമോ എന്നതല്ല, വോട്ട് ചെയ്യണം. ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വോട്ട് ചെയ്യണം. അതവിടെ നിൽക്കട്ടെ. എന്നാൽ അതൊരു ആ ഇലക്ഷൻ സമയത്ത് മാത്രമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ജയിച്ചവരായാലും തോറ്റവരായാലും മുഖത്തോലും നോക്കത്തില്ല, നമ്മൾ നോക്കത്തില്ല. അങ്ങനെ ഇപ്പോൾ നോക്കാത്തവരെ നമ്മൾ നോക്കിയിട്ട് എന്താ കാര്യം? എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഇലക്ഷൻ വോട്ട് ചോദിക്കാൻ വരുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുൾപ്പെടെ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് അവസരം നൽകി. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇലക്ഷൻ ഒരുപാട് നാളുകൾക്ക് മുമ്പ് മുതൽ തന്നെ. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? വെറുതെ എൻ്റെ വീട്ടുകാരെടുത്ത് എറിഞ്ഞതാ. ഇവൻ പോയിട്ട് എന്ത് ചെയ്യാൻ പോവുക? ഇവൻ പോയി കുറേ ദിവസം കഴിയുമ്പോൾ അവൻ്റെ ഭാര്യയും കളഞ്ഞ് മക്കളെയും കളഞ്ഞ് കയറി വരും, കാല് പിടിച്ച് വരുമെന്ന് പറഞ്ഞ് ശുശ്രൂഷകനായിട്ട് ഇറക്കി വിട്ടതാണ് എല്ലാവരും കൂടെ ചേർന്ന്. ഇവൻ വെറുതെ ഇവനെ കൊണ്ടൊരു ഉപയോഗമില്ലെന്ന് പറഞ്ഞ് കളഞ്ഞതാ. പക്ഷേ അവർക്ക് ഉപയോഗമില്ലെന്ന് തോന്നിയതിനെ കർത്താവ് ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ വന്ന മാറ്റമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സഹോദര സഹോദരി, നിങ്ങളെ കർത്താവ് ഉപയോഗിക്കുവാൻ പോവുക. നിങ്ങളുടെ മക്കളെ കർത്താവ് ഉപയോഗിക്കുവാൻ പോകുക. ശുശ്രൂഷക, നിന്നെ എൻ്റെ കർത്താവ് ഉപയോഗിക്കുവാൻ പോകുക. ബിസിനസ് ചെയ്യുന്ന സഹോദര, നിൻ്റെ ബിസിനസ്സിന് എൻ്റെ കർത്താവ് ഉപയോഗിക്കുവാൻ പോകുക. സാധാരണമായ അങ്ങനെ പ്രത്യേകിച്ച് പാസ്റ്റർ അങ്ങനെയൊന്നുമില്ല, ഒരു സാധാരണ കച്ചവടം, നോ. സ്തോത്രം. അതിനെ കർത്താവ് ഉപയോഗിക്കുവാൻ പോകുക. അത് വിലയേറിയതായ വീഞ്ഞായി മാറി. വിലയേറിയതായി ചിലരെയൊക്കെ കർത്താവ് ഉപയോഗിച്ച് വിലയേറിയതാക്കി മാറ്റുവാൻ പോകുക. വിലയില്ലാത്ത ചിലതിനൊക്കെ, ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളാത്ത സഹോദരി, നിന്നെ എൻ്റെ കർത്താവ് വിലയേറിയതാക്കി മാറ്റുവാൻ പോകുക. അമ്മേൻ. സ്തോത്രം. വെറും വെള്ളമാന്നേ അവിടെ ഇഷ്ടം പോലുള്ളതാണ്. പക്ഷേ അതിൻ്റെ ലെവലങ്ങ് മാറ്റി. ചിലരുടെയൊക്കെ ലെവൽ എൻ്റെ യേശുപ്പം മാറ്റുക. യേശു നിങ്ങളുടെ ജീവിതത്തിലെ നിയന്ത്രണം ഏറ്റെടുത്താൽ നിങ്ങളുടെ ലെവൽ മാറും. ഓക്കെ, റെഡിയാണോ യേശുവിന് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാൻ? സ്തോത്രം. ചിലർ ചോദിക്കുന്നുണ്ട്, പാസ്റ്റർ എങ്ങനെയാണ് എൻ്റെ ജീവിതം യേശുവിനെ സമർപ്പിക്കുക? അതെ, കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്തു. ബ്രേസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകൾ സ്ക്രീനിലുണ്ട്. കോൺടാക്ട് ചെയ്തു. യേശുവിനുള്ളവരായി നിങ്ങൾക്ക് മാറാം. നോക്കൂ, തീർന്നില്ല. നോക്കൂ, യേശു ആ വീട്ടിലെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ അവിടെ വലിയൊരു കൂട്ടം വിരുന്ന് ആസ്വദിക്കുവാൻ വന്നവരുണ്ട്, വിരുന്നുകാരായിട്ട് വന്നവരുണ്ട്. അവരൊക്കെ അറിയുന്നതിന് മുമ്പേ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടായി. ചിലരൊക്കെ അറിഞ്ഞ് നാണക്കേടാവുന്നതിന് മുമ്പേ ഒരു പരിഹാരമുണ്ടാവും. നീ യേശുവിന് നിന്നെ തന്നെ സമർപ്പിച്ചാൽ, യേശുവിന് നിൻ്റെ ജീവിതത്തിലെ നിയന്ത്രണം വിട്ടുകൊടുത്താൽ, ചിലരൊക്കെ അറിഞ്ഞൊരു നാണക്കേടാവുന്നതിന് മുമ്പേ ചിലതിനൊക്കെ ഒരു പരിഹാരമുണ്ടാകും. അതേ മാതാവേ, ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. നിൻ്റെ തലമുറകളെ യേശുവിനെ ഏൽപ്പിക്കുക. സഹോദരൻ നിൻ്റെ ഭർത്താവിനെ, സഹോദരൻ നിൻ്റെ തൊഴിൽ മേഖലയെ, നിൻ്റെ നന്മകളെ, നിൻ്റെ സന്തോഷങ്ങളെ, നിൻ്റെ അനുഗ്രഹങ്ങളെ, നിൻ്റെ ഭവനത്തെ യേശുവിനെ ഏൽപ്പിക്കുക. യേശുവിൻ്റെ നിയന്ത്രണത്തിനകത്താവുമ്പോൾ പുറത്താരും അറിഞ്ഞ് ഒരു ചീത്ത പേരുണ്ടാകത്തില്ല. സഹോദരൻ നിന്നോടാ. ആമേൻ. യെസ്. ഓ, ഇനി നീ വിചാരിച്ചാൽ അധികം ഒന്നും പൊത്തി വയ്ക്കാൻ പറ്റത്തില്ല. എത്ര നേരം പൊത്തി വയ്ക്കാൻ പറ്റും? ആൾക്കാരവിടെ ഇരിക്കുക, അവർക്ക് സമയത്തിന് കൊടുക്കണ്ടേ? ആമേൻ. ഇനി അധികം നിനക്കത് പൊത്തി വയ്ക്കുവാൻ കഴിയത്തില്ല. യേശുവിന് നിയന്ത്രണം ഏൽപ്പിക്കുക. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശുവിന് നിയന്ത്രണമായപ്പോൾ നാട്ടു നടപ്പിന് വിപരീതമായത് സംഭവിച്ചു. 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എളുപ്പമായത് ആദ്യവും
നല്ലത് പിന്നീട്. നാട്ടു നടപ്പ് എന്താണ്? ആദ്യം നല്ലത് കൊടുക്കും, പിന്നീട് പറ്റിക്കും. പക്ഷേ യേശുപ്പൻ അങ്ങനെയല്ല. ഏറ്റവും നല്ലത്, നിൻ്റെ നല്ല സമയം വരുവാൻ പോകുന്നതേ ഉള്ളൂ. സഹോദര സഹോദരി, ആ നല്ല നാളുകൾ, നീ എക്സ്പെക്റ്റ് ചെയ്ത കാത്തിരുന്ന നാളുകൾ വരുവാൻ പോകുന്നു. പ്രൈസർ ഫാമിലിക്കൊപ്പം അത് നീ യേശുവിൽ നിന്ന് പ്രാപിക്കുവാൻ പോകുന്നു. റെഡിയാണോ? ആ നല്ലത് പ്രാപിച്ചെടുക്കുവാൻ, ആ നല്ല തൊഴിൽ പ്രാപിച്ചെടുക്കുവാൻ, ആ നല്ല സന്തോഷങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ, ആ നല്ല അനുഗ്രഹങ്ങളും അനുഭവങ്ങളും പ്രാപിച്ചെടുക്കുവാൻ, ആ നല്ല വീടെന്ന സ്വപ്നം നിറവേറുവാൻ, ആ നല്ല നല്ല ശുശ്രൂഷകനെന്ന പെരുമ പ്രാപിച്ചെടുക്കുവാൻ റെഡിയാണോ? കോൺടാക്ട് ചെയ്തു. പ്രൈസർ ഫാമിലി പ്രാർത്ഥനയോടെ നിങ്ങൾക്കൊപ്പമുണ്ട്. പ്രൈസർ ഫാമിലി ഉറപ്പ് നൽകുന്നതിന് കാരണം കൂട്ടായ്മയും പ്രാർത്ഥനയും ഉപവാസവുമാണ്. ഒരുമിച്ചായിരിക്കുവാൻ, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ മറക്കണ്ട. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. അതുപോലെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ചേർന്ന് ഉപവസിക്കാം. ലൈവിലും നേരിട്ടുമൊക്കെ നിങ്ങൾക്ക് നിരന്തരമായി കൂട്ടായ്മയുടെ ബന്ധത്തിലുമായിരിക്കാം. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും മീറ്റിങ്ങുകളുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലൈവായി നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യുവാനായിട്ട് കഴിയും. ചൊവ്വാഴ്ച സഹോദരിമാരുടെ മീറ്റിംഗുണ്ട്, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട്, ഞായറാഴ്ച സഭാരാധനയുണ്ട്. എവിടെ വെച്ചെന്നോ? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക. അതുപോലെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നതുപോലെ ഒത്തിരി പേർക്ക് അനുഗ്രഹമായി മാറ്റുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് സ്പോൺസർ ചെയ്യുവാനും സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകൾ കോൺടാക്ട് ചെയ്യുക. എന്ന കണ്ണടച്ചോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇപ്പോൾ മുതൽ ഇവരുടെ നിയന്ത്രണം, ഇവരുടെ ജീവിതത്തിലെ നിയന്ത്രണം, സമസ്ത മേഖലകളുടെ നിയന്ത്രണവും അങ്ങ് ഏറ്റെടുക്കണമേ. ശൂന്യതകളും ഇല്ലായ്മകളും മാറട്ടെ. പേരുദോഷം കേട്ട നാറ്റം പിടിച്ച അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരട്ടെ. മക്കളെക്കുറിച്ച് ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, അവരെക്കുറിച്ച് സന്തോഷിക്കുന്ന നല്ല നാളുകൾ ഉണ്ടാകുവാൻ തക്കവണ്ണം മക്കളുടെ ജീവിതത്തിലെ നിയന്ത്രണത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. അവരുടെ വിദ്യാഭ്യാസ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. തലമുറകളുടെ ഭവനത്തിനകത്ത് ഒതുക്കിക്കൂട്ടുന്ന മദ്യത്തിലും മയക്കുമരുന്നുകളിലും ലഹരികളിലും തളച്ചിടുന്ന എല്ലാ ശത്രുവിൻ്റെ പദ്ധതികളും അഴിഞ്ഞു മാറട്ടെ. തലമുറകൾ അനുഗ്രഹമായി തീരട്ടെ. കുടുംബജീവിതങ്ങൾക്കകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ ആമേൻ എല്ലാം റദ്ദാകട്ടെ, ചേർന്ന് വരട്ടെ. കോടതി നടപടികൾ റദ്ദ് ചെയ്യപ്പെടട്ടെ. അന്യായമായ ചില കേസുകൾ റദ്ദ് ചെയ്യപ്പെടട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. വിട്ടുമാറാതെ വെളിപ്പെട്ട് നിൽക്കുകയും ശാരീരികമായി മാനസികമായി ബലഹീനപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ രോഗമണ്ഡലങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇത് അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങൾ നൽകി മാനിക്കണം. വസ്തുക്കൾ വാങ്ങട്ടെ. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നടപടികളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ബാങ്ക് നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് മനോഹരമായ ജോലികൾ നൽകി മാനിക്കണമേ. വിശാലത വെളിപ്പെടട്ടെ. വർധനവുകൾ ഉണ്ടാകട്ടെ. സാലറി ഇൻക്രീസ് ഉണ്ടാകട്ടെ. പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വിസ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കുത്തുകൾ കുടുംബങ്ങൾക്കത്തുനിന്ന് മാറിപ്പോകട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ഒപ്പം പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.